എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയോട് 76 റൺസിന്റെ ചരിത്രപരവും നാണം കെട്ടതുമായ തോൽവി ഏറ്റുവാങ്ങിയ ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിപ്പോൾ സംഭവിക്കുന്നത് ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തിന് തുല്യമായ കാര്യങ്ങളാണ്. രാജ്യത്തെ ആകെ ഞെട്ടിച്ച ഈ ദയനീയ പരാജയത്തിനു ശേഷം ടീം ഇന്ത്യയുടെ ഗതികേട് കണ്ട് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച രണ്ട് ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും തങ്ങളുടെ മൗനം വെടിയേണ്ടി വന്നു. മറുവശത്ത് മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ രോഷം ഡ്രസ്സിംഗ് റൂമിന്റെ ഭിത്തികൾ ഭേദിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. മത്സരത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ഗംഭീറിന്റെ മുഖത്ത് വലിയ ദേഷ്യവും നിരാശയുമായിരുന്നു. ഇതൊരു ഇന്ത്യൻ ടീമല്ലെന്നും ഏതെങ്കിലും ഗല്ലി ക്രിക്കറ്റിലെ IPL ടീമിനെ പോലെയാണ് അവർ കളിച്ചതെന്നും യാതൊരു ഡിപ്ലോമസിയുമില്ലാതെ അദ്ദേഹം തുറന്നടിച്ചു. ദക്ഷിണാഫ്രിക്കയെ പോലൊരു ടീമിന് ഈ പിച്ചിൽ 187 റൺസ് എടുക്കാൻ അവസരം നൽകിയത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നും നമ്മുടെ ബൌളർമാർക്ക് യാതൊരു ദിശാബോധവും പ്ലാൻ ബിയുമില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബാറ്റ്സ്മാൻമാരെയും അദ്ദേഹം വെറുതെ വിട്ടില്ല. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ നിലവാരം നടന്ന് ഇതോടെ IPL തമാശയാണെന്ന് കരുതിയോ എന്നും വെറും ബൗണ്ടറികൾ കൊണ്ട് മാത്രം ലോകകപ്പ് നേടാനാവില്ലെന്നും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള സാമാന്യ ബുദ്ധി പോലും പലർക്കും ഉണ്ടായിരുന്നില്ലെന്നും ഗംഭീർ ആഞ്ഞടിച്ചു. അടുത്ത മത്സരത്തിൽ മനോഭാവം മാറ്റിയില്ലെങ്കിൽ എത്ര വലിയ സൂപ്പർ താരമാണെങ്കിലും ടീമിന് പുറത്തേക്കുള്ള വഴി കാണിക്കുമെന്ന കർശന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഈ സമയം മുംബൈയിലെ തന്റെ വീട്ടിലിരുന്ന് കളി കാണുകയായിരുന്ന 2024 ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ രക്തം തിളയ്ക്കുകയായിരുന്നു. ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയെയും ടീമിന്റെ തന്ത്രങ്ങളെയും നിശിതമായി വിമർശിച്ചു. ടീം പ്രതിസന്ധിയിലായപ്പോൾ കളത്തിലൊരു നായകനെ പോലും കാണാൻ കഴിഞ്ഞില്ലെന്നും ഡേവിഡ് മില്ലറും ബ്രെവിസും ആക്രമിച്ചു കളിച്ചപ്പോൾ വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കാതെ റൺസ് തടയാൻ മാത്രം ശ്രമിച്ച ആ പ്രതിരോധ ഭീരുത്വത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. പവർ പ്ലേയിൽ തന്നെ 3 പ്രധാന വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയാൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളെ രക്ഷിക്കാനാവില്ലെന്നും സമ്മർദ്ദഘട്ടങ്ങളിൽ ധൈര്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ടീം പരാജയപ്പെട്ടുവെന്നും രോഹിത് ഓർമ്മിപ്പിച്ചു. ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്ന വിരാട് കോഹ്ലി ടീമിന്റെ മാനസികാവസ്ഥയെയാണ് വലിച്ചുകീറിയത്. ഇന്ന് താൻ കണ്ട കളിയിൽ ടീം ഇന്ത്യ അറിയപ്പെടുന്ന ആ പോരാട്ടവീര്യം ഉണ്ടായിരുന്നില്ല. 187 റൺസ് എന്ന ലക്ഷ്യം അസാധ്യമായിരുന്നില്ലെങ്കിലും 10 ഓവറിനു ശേഷം ടീം തോൽവി സമ്മതിച്ച മട്ടിലായിരുന്നുവെന്നും കോഹ്ലി പറഞ്ഞു. ശിവം ദുബെ ഒഴികെ മറ്റാരുടെയും ബാറ്റിൽ ആ തീപ്പൊരി കണ്ടില്ലെന്നും വെറും പേരും പേമയും കൊണ്ട് മാത്രം സെമിഫൈനലിൽ എത്താമെന്ന് കരുതിയെങ്കിൽ അത് വലിയ തെറ്റിദ്ധാരണയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവനകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ടീമിനുള്ളിലെ ഭയാനകമായ പ്രശ്നങ്ങളിലേക്കാണ്. തോൽവി ഒരുപക്ഷെ അംഗീകരിക്കാം, പക്ഷേ ഇങ്ങനെ യാതൊരു പോരാട്ടവുമില്ലാതെ കീഴടങ്ങുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. സൂപ്പർ 8 പോയിന്റ് ടേബിളിൽ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് നിലവിൽ -4ലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇനി വരാനിരിക്കുന്ന സിംബാബ്വേക്കും വെസ്റ്റ് ഇൻഡീസിനുമെതിരായ മത്സരങ്ങളിൽ 100-110 റൺസിന്റെ കൂറ്റൻ മാർജിനിൽ വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. സ്വന്തം ഗ്രൂപ്പിൽ ഒന്നാമതായി നിൽക്കുന്ന സിംബാബ്വേയുടെയും ഭയപ്പെടുത്തുന്ന ഫോമിലുള്ള വെസ്റ്റ് ഇൻഡീസിന്റെയും മുന്നിൽ ഇത്രയും വലിയ മാർജിനിലുള്ള വിജയം തികച്ചും അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടിവരും. ഇംഗ്ലണ്ട് ശ്രീലങ്കയെ തകർത്തതുപോലെ ഒരത്ഭുതം സിംബാബ്വേക്കെതിരെ സംഭവിച്ചാൽ പോലും വെസ്റ്റ് ഇൻഡീസിനെതിരെ കാര്യങ്ങൾ കൈവിട്ടുപോകും. മുൻ ഏഷ്യാ കപ്പുകളിൽ സംഭവിച്ചതുപോലെ ടീം ഇന്ത്യയുടെ മാനം കപ്പൽ കയറുമോ എന്നതാണ് ഇപ്പോൾ എല്ലാ ആരാധകരുടെയും ഏറ്റവും വലിയ ഭയം. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിന് ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ, അതോ ലോകകപ്പ് സ്വപ്നങ്ങൾ ഇവിടെ അവസാനിച്ചോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.